നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു ദാരിമിയുണ്ട്, സുലൈമാൻ ദാരിമി എന്ന് കള്ളപ്പേരിൽ വിഖ്യാതനായ ഒരു ദാരിമി. ഒരു വാക്കിന് പറഞ്ഞുകൊള്ളട്ടെ, അദ്ദേഹത്തിന് എന്താ സംഭവിച്ചത്? സ്വയം ഖുർആൻ വ്യാഖ്യാനിക്കാൻ പോയി. മാരിയോ ജോസഫ് എന്ന് പറഞ്ഞുകൊണ്ട് യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും സജീവമായ ഒരു സഹോദരൻ നമ്മുടെ വാട്സപ്പിലൊക്കെ ആ വീഡിയോ വരാറുണ്ട്. ഒരു ദാരിമി ക്രൈസ്ത്യാനിയായില്ലേ എന്നാണ് ആക്ഷേപം. ഗുരുതരമായ ഒരു വിഷയമാണ്, ഞാനത് ദീർഘിപ്പിക്കുകയല്ല. പക്ഷേ അദ്ദേഹം ദാരിമിയാണോ അല്ലേ എന്നുള്ള ചർച്ചയ്ക്ക് മുമ്പ് എന്തുകൊണ്ട് ക്രിസ്ത്യാനിയായി? അദ്ദേഹം ഉസ്താദുമാര് പറഞ്ഞത് കേൾക്കാതെ സ്വയം ഖുർആൻ പരിശോധിക്കാൻ തുടങ്ങി, മാരിയോ ജോസഫ് എന്ന പേരിൽ. നമുക്കത് മാനക്കേട് പോലുമാകുന്നു. പല സന്ദർഭങ്ങളിലും ഓഫീസിലേക്ക് കോള് വരുന്നു, ബോംബെയിൽ നിന്ന്, പാകിസ്ഥാനിൽ നിന്ന്, ലണ്ടനിൽ നിന്ന്. യാഥാർത്ഥ്യം എന്റെ പ്രിയപ്പെട്ട സാധാരണ സമൂഹം അറിയേണ്ടതുണ്ട്. തങ്ങൾ ഉസ്താദ് ഇവിടെ പ്രസംഗിച്ചു പോയി. അദ്ദേഹം പുറത്താക്കിയ ഒരു മനുഷ്യനാണ് അദ്ദേഹം. സുലൈമാൻ എന്ന് പറയുന്ന വയനാട്ടിലുള്ള പടിഞ്ഞാറത്തലക്കാരനായ തെങ്ങമുണ്ടക്കാരനായ തുർക്കി സുലൈമാൻ, ബഹുമാനപ്പെട്ട എബി ഉസ്താദ് ദാരിമി സെൻട്രൽ കൗൺസിലിന്റെ കീഴിൽ മൊത്തം ഇതുവരെ ഇറങ്ങിയ ദാരിമികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു അഡ്രസ് ബുക്ക് തയ്യാറാക്കാമെന്ന് നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ പ്രവർത്തകർ അതിനുവേണ്ടി ഇറങ്ങിയപ്പോ ദാരിമിയായ പേരിൽ 40 കൊല്ലത്തെ ചരിത്രത്തിൽ അങ്ങനെ ഒരു സുലൈമാൻ ദാരിമിയുടെ പേരില്ല. അതാണ് തങ്ങൾ ഉസ്താദ് പറഞ്ഞത്. അയാളെ ദാരിമിയായിട്ടില്ല, ഇറങ്ങിപ്പോയതാണ്. ആ വിഷയം ഒരു പൊതുവേദിയിൽ പറയുക എന്നുള്ളത് നമ്മുടെ സംസ്കാരത്തോട് ചേർന്നതല്ല. അദ്ദേഹം ചെയ്ത അബദ്ധം എന്താണെന്ന് പക്ഷെ ഒറ്റ വാക്കിന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഉസ്താദിന്റെ ഒരു ദോഷം, അവസരായ ഗുരുത്തക്കേട് എന്നൊക്കെ പറയുന്ന ഒരു അപ്രീതി അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു മാരകമായ സംഭവം അദ്ദേഹം ചെയ്തു വെച്ചിട്ടാ പോയത്. പിന്നീട് അദ്ദേഹം ക്രിസ്ത്യാനിയാകുന്ന സംഭവം എല്ലാ ആഴ്ചയും ഷാലോൺ ചാനലിൽ വരും, യൂട്യൂബിൽ വരും. അദ്ദേഹം ഖുർആൻ നോക്കിയിട്ടാണത്രേ ക്രൈസ്തവനായി പോയത്. അദ്ദേഹത്തിന്റെ പ്രസംഗമുണ്ട്, പച്ച നുണ. 8ാം വയസ്സിലാണ് നന്ദിയിൽ പഠിക്കാൻ വന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലുള്ളത്. ഞാൻ വെറുതെ പറയുകയല്ല, വ്യക്തി പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. നന്ദിയിൽ നിന്ന് പഠിച്ചതോ 8ാം വയസ്സിൽ നന്ദിയിൽ പഠിക്കാൻ വന്ന സുലൈമാൻ പഠിച്ചതോ ഖുർആൻ, ഹദീസ്. അദ്ദേഹം പറയുകയാണ് ഖുർആന്, ഹദീസ്, ഇജ്മാഅ്, തഅ്കീദ്, അത്ഫ് ഇങ്ങനെയാണ് പറഞ്ഞു പോകുന്നത്. പോലെ ബന്ധമില്ലാത്ത ഒരുപാട് പേരുകൾ. ഇതൊരു ചർച്ചിന്റെ ഉള്ളിൽ വെച്ച് നടത്തിയ പ്രസംഗമാണ്. ഇരിക്കട്ടെ, 8ാം വയസ്സിൽ ആരാണ് അദ്ദേഹത്തിന് ഖുർആനും ഹദീസും പഠിപ്പിച്ചു കൊടുക്കുക? 18ാം വയസ്സിലാണ് ഞാൻ ദാരിമിയായത് എന്നാണ് പ്രസംഗത്തിലുള്ളത്. എന്നിട്ടാണ് കണ്ണൂരിൽ ജോലി ചെയ്യാൻ പോയത്. ഞാനങ്ങനെ അവിടെയുള്ള കൊച്ചച്ഛനായി. കൊച്ചച്ഛൻ എന്ന് പറഞ്ഞാൽ വലിയ അച്ഛന്റെ അസിസ്റ്റന്റ്, നമ്മുടെ മുഅദ്ദിൻ മുഖ്രി. അദ്ദേഹം കളിയാക്കുകയാണ്. കൊച്ചച്ഛനായി ഞാൻ ജോലി ചെയ്യുമ്പോഴാണ് ഞാൻ ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിന് ശേഷം എന്നോട് ചില സഹോദരങ്ങൾ, ക്രൈസ്തവ സഹോദരങ്ങൾ ചോദിച്ചു, മൗലവി നിങ്ങൾ ക്രൈസ്തവതയെ ഖണ്ഡിച്ചുകൊണ്ട് സംസാരിച്ചു, പക്ഷേ നിങ്ങളുടെ ഈസാ അലൈഹിസ്സലാം എന്ന് പറയുന്ന യേശു ക്രിസ്തു ആരാണെന്ന് ഒന്ന് ചോദിച്ചു തരുമോ? അദ്ദേഹം പറയുകയാണ്, ആ ചോദ്യം എന്നെ അലട്ടി. ഊണിലും മുറക്കിലും സകലമായ സമയത്തും ഞാൻ എന്റെ റബ്ബിനോട് ദുആ ചെയ്തു, അല്ലാഹുമ്മ അരിനൽ ഹഖ ഹഖൻ, അല്ലാഹുവേ ഹഖ് ഹഖായി കാട്ടിത്തരണമേ, അരിനൽ ബാത്തില ബാത്തില, ബാത്തിൽ ബാത്തിലായി കാട്ടിത്തരണമേ എന്ന് ഞാൻ ദുആ ചെയ്തു. ഞാൻ മുസ്ഹഫ് എടുത്ത് മറിച്ചു. അപ്പൊ ഞാൻ മസീഹുല്ലാഹി ഈസാ അലൈഹിസ്സലാമിന്റെ പേരാണ് കണ്ടത്. ആ പേര് എന്നെ വല്ലാതെ ആകർഷിച്ചു. ഞാൻ എണ്ണം തപ്പി നോക്കുമ്പോ ഈസാ അലൈഹിസ്സലാമിന്റെ പേര് 25 പ്രാവശ്യമുണ്ട് ഖുർആനിൽ. മുഹമ്മദിന്റെ പേര് 4 പ്രാവശ്യമേ ഉള്ളൂ. അപ്പോൾ 4 പ്രാവശ്യം മാത്രം പേര് പറയപ്പെട്ട മുഹമ്മദിനേക്കാൾ മഹാൻ 25 പ്രാവശ്യം പേര് പറയപ്പെട്ട മസീഹുല്ലാഹി ഈസയാണെന്ന് ഞാൻ മനസ്സിലാക്കി. അന്ന് ഞാൻ മുഹമ്മദിനെ തള്ളി മാറല്ല. അന്ന് ഞാൻ എന്റെ ജീസസ് ക്രിസ്തുവിനെ എന്റെ എല്ലുകൊണ്ട് മൂടപ്പെട്ട, അദ്ദേഹത്തിന്റെ ഭാഷയാണ്, എന്റെ എല്ലുകൊണ്ട് മൂടപ്പെട്ട ഹൃദയത്തിൽ ഞാൻ കാത്തു സൂക്ഷിക്കാൻ തുടങ്ങി. കുഴപ്പം അവിടെ ഉണ്ടായത് ഖുർആനിൽ എണ്ണം തപ്പിയപ്പോൾ. അദ്ദേഹം നിർത്താൻ പാടില്ലായിരുന്നു എണ്ണം തപ്പാൻ. ഖുർആനിൽ ഫിർഔന്റെ പേര് 75 പ്രാവശ്യമുണ്ട്. മൂസാ അലൈഹിസ്സലാമിന്റെ പേര് 100േക്കാൾ കൂടുതൽ പ്രാവശ്യമുണ്ട്. ശൈത്താന്റെ പേര് എത്രയോ
അപ്പൊ കൂടുതൽ പേര് പറയുന്നവരാണ് ശരീഅത്തിൽ. അദ്ദേഹം ഫിറഔന്റെ മതത്തിൽ ചേരണമായിരുന്നു. ഞാൻ ആ ഒരു ഖണ്ഡനാർത്ഥത്തിലേക്ക് പോവുകയല്ല, അതിന്റെ ഒരു ഇൻഷോട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഖുർആനിലേക്ക് ഹദീസിലേക്ക് നേരെ അദ്ദേഹം കടന്നു ചെല്ലുകയാണ്. പച്ചുപോയി പച്ച നുണ പറഞ്ഞുകൊണ്ട് ആളുകളെ കബളിപ്പിക്കുന്ന ഒരു സിദ്ധാന്തം. ഈ പ്രസംഗത്തിന്റെ സമയം എത്ര ലഭിക്കുമെന്ന് ഉറപ്പില്ലാത്തത് കൊണ്ട് ഞാൻ ആ ഫാദർ സുലൈമാനെ മറുപടി എന്നുള്ള അർത്ഥത്തിൽ തയ്യാറാക്കാൻ കരുതിയ ചില ക്ലിപ്പുകളൊക്കെ മാറ്റിവെച്ചതാ. പക്ഷേ നമ്മൾ അറിയേണ്ടതുണ്ട്, ആ ഒരു കള്ളധാരണി എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹം ധാരിമിയല്ല, പക്ഷെ അതിന്റെ ഒരു വിനയം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെയുള്ള മുജാഹിദിന്റെ പ്രബോധകന്മാർ പോലും എം അക്ബറൊക്കെ മറുപടി കൊടുക്കുമ്പോൾ പറയുന്നത് സുലൈമാൻ ധാരിമി കേൾക്കണമെന്നാണ്. അതുകൊണ്ട് അവരോട് കൂടിയാണ് പറയുന്നത്, അങ്ങനെ ഒരു മനുഷ്യനില്ല. മിത്തിൽ നോമാൻ എന്ന് പറയുന്ന ഒരാളുണ്ട്, ഇല്ലാത്ത ഒരാൾ. അങ്ങനെയുള്ള ഒരു നോമാനാണ്, ഇല്ലാത്ത ആളാണ്. യോഹന്നാൻ സുവിശേഷത്തിൽ പറയുന്ന മുടിയനായ പുത്രനാണ് ആ ഫാദർ സുലൈമാൻ. അങ്ങനെ ഒരു ധാരിമി നന്ദി ദാറുസ്സലാമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ലെന്ന് അദ്ദേഹത്തിന് ശേഷം പുറത്തിറങ്ങിയ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ശേഷം ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പൊതുസമൂഹത്തോട് പറഞ്ഞു കൊടുക്കേണ്ടത് ഒരു ബാധ്യത കൂടിയാണ്. യൂറോപ്പിലുള്ള ചില വീഡിയോസ് ഉണ്ട് നെറ്റിൽ. അതിൽ യൂറോപ്പിലുള്ള ചില മദാമ സ്ത്രീകൾ അവിടെ പ്രബോധനം നടത്തുന്ന പണ്ഡിതന്മാരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ കൂട്ടത്തിലുള്ള പണ്ഡിതന്മാർ ക്രിസ്ത്യാനി ആയിട്ടുണ്ടല്ലോ എന്ന്. അതിന്റെ ഒരു വിനയത്ര വലുതാ. നിങ്ങൾ ഞങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കും. ഒരുപാട് വീഡിയോസ് ഉണ്ട്. ആ പെണ്ണുങ്ങൾ ചോദിക്കുകയാണ്, സായിപ്പത്തികൾ, മദാമമാർ, മുസ്ലിം ദായിമാരോട്, നിങ്ങൾ ഞങ്ങളെ നേരിലേക്ക് ക്ഷണിക്കുന്നു, പക്ഷേ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ചില പണ്ഡിതന്മാരുണ്ടല്ലോ, അവരുപയോഗിക്കുന്ന ഒരു ടേമുണ്ട്, എ സ്കോളർ എൻടൈറ്റിൽഡ് ധാരിമി has converted to Christianity. Why so? അവരൊക്കെ ധാരിമി എന്ന പേരുള്ളവർ ക്രിസ്ത്യാനിറ്റിയിലേക്ക് പോയില്ലോ. പിന്നെ നിങ്ങൾ ഞങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയാണോ? യൂറോപ്പിലെ ആ ശബ്ദം ഈ സ്ഥാപനത്തിന്റെ ശംസുലമയും മന്ദീർ ഉസ്താദും കോട്ടുമല ഉസ്താദും അവരൊക്കെ മരിച്ചുപോയ മഹാരഥന്മാർ ഊട്ടിപ്പോറ്റി വലുതാക്കിയ ഈ പവിത്രമായ ഈ മേൽവിലാസം, ബഹുമാനപ്പെട്ട ഉസ്താദിനെ പോലെയുള്ള ആളുകൾ ജീവാർപ്പണം ചെയ്ത് പരിപോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ മേൽവിലാസം, ആ മേൽവിലാസത്തെ തെറ്റായ രൂപത്തിൽ ലോക പൊതുജന സമക്ഷം പ്രചരിപ്പിക്കുന്ന ചില തെറ്റായ തിന്മയുടെ വക്താക്കൾ, നിർഭാഗ്യത്തിന്റെ ഉപാസകന്മാർ. പക്ഷേ അവരുടെ തനിനിറം ഈ സമൂഹത്തെ, സമുദായത്തെ, ലോകത്തെ ബോധ്യപ്പെടുത്താനുള്ള വലിയൊരു ബാധ്യത ഈ ഇടിയങ്ങളുടെ തങ്ങളുടെ അനുസ്മരണത്തിന്റെ വേദിയിൽ ഈ ബഹുമാനപ്പെട്ട സദസ്സിന്റെ മുമ്പാകെ സമർപ്പിച്ചുകൊണ്ട്